ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ നമ്മുടെ അയ്മനത്തെ അമ്മുക്കുട്ടി അമ്മയെ കേന്ദ്രീകരിച്ചൊരു വീഡിയോ ചെയ്തിട്ടിരുന്നു. ആ അമ്മുക്കുട്ടി അമ്മയെന്ന് പറയുന്നത് എൻ്റെ മനസ്സിലേക്ക് ഇന്നലത്തെ ദിവസം മൊത്തം ഓടി വന്നത്, ഈ അമ്മ ഏതെങ്കിലും ഒരു ജന്മത്തിൽ, എൻ്റെ ഏതെങ്കിലും പഴയ ജന്മത്തിൽ എൻ്റെ അമ്മയായിരുന്നോ എന്ന ചോദ്യം എന്നോട് ഇങ്ങനെ ആവർത്തിച്ച് എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അമ്മുക്കുട്ടി അമ്മ എന്ന അമ്മ കഴിഞ്ഞ അമ്മയുടെ ജന്മത്തിൽ ഏതെങ്കിലും ഒരു ജന്മം എടുത്തപ്പോൾ ആ അമ്മയുടെ മകളായിരുന്നോ ഞാൻ എന്ന ആ ഒരു സംശയം ബലപ്പെടുന്ന രീതിയിലായിരുന്നു എനിക്ക് അമ്മയുടെ ഫോട്ടോയും എൻ്റെ അമ്മയുടെ ഫോട്ടോയും കൂടി എൻ്റെ മുന്നിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ ആ വീഡിയോ ഏകദേശം 1600-ലധികം ആൾക്കാർ അത് കണ്ടു. കുറേ പേര് കമൻറ്റ് ചെയ്തു. അതിലെ ശ്രീമതി സുരയ്യ കമൻ്റ് ചെയ്തിരുന്നു, എങ്ങനെയാണ് അമ്മ മരിച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൂടി ഞാൻ കരുതി ഒരു വീഡിയോ കൂടി അമ്മയെക്കുറിച്ച് ചെയ്യാമെന്ന് കരുതിക്കൊണ്ട് എൻ്റെ അമ്മയെയും നമ്മുടെ പൊന്നമ്മയായ സുന്ദരി അമ്മയായ അമ്മുക്കുട്ടി അമ്മയെയും കൂടി ചേർത്തുകൊണ്ട് ഇന്നും ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ്. എൻ്റെ അമ്മയെ പറ്റി ഞാൻ ഇനി പറയാം. ഞാൻ കുറച്ച് പറഞ്ഞിരുന്നു ഇന്നലെ. എന്താ പറയുക, ഞാൻ വന്ന നാൾ വഴിയിലേക്ക് ഞാനൊന്ന് പുറകോട്ട് പോകാം. ഒരു സാധാരണ കുടുംബത്തിൽ 6 മക്കളിൽ 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും, വളരെയധികം കഷ്ടപ്പാടും വിഷമതകളും ഒക്കെ നിറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി ചേർന്ന് വന്ന ഒരു കുടുംബിനിയായിരുന്നു എൻ്റെ അമ്മ. ഈ 6 മക്കളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ അനുഭവിച്ചു പോന്നിരുന്ന യാതനയും കഷ്ടപ്പാടും എല്ലാം വളരെ വലുതാണ്. 3 ആൺകുട്ടികൾ മുതിർന്നത്, അവരുടെ താഴെയായിട്ടാണ് പെൺകുട്ടികളായിട്ട്. അതിൽ 5ാമത്തെ ആയിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ കടന്നു വന്ന ഇതുവരെയുള്ള വഴികളിലേക്ക് ഞാൻ നോക്കിയാൽ എനിക്ക് വിദ്യാഭ്യാസം നേടാനായിട്ട് എൻ്റെ വീട്ടുകാർ മുഖേന സാധിച്ചു. അതിലെനിക്ക് എൻ്റെ കടപ്പാട് മൊത്തം എൻ്റെ സഹോദരന്മാരോടാണ്. കാരണം അവരുടെ സഹായമാണ് എന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിൽ എത്തിച്ചത്. എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ അത്രയധികം ഏബിൾ ആയിരുന്നില്ല. കുടുംബം നോക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നതിലുള്ള ആ ഒരു വ്യക്തമായ ധാരണയുള്ളൊരു മനുഷ്യനാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കില്ല. അച്ഛനെയും അമ്മയെയും എടുക്കുമ്പോഴേക്കും എന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് വരുവാൻ ശ്രദ്ധിച്ചിരുന്ന ഒരാൾ അമ്മയായിരുന്നു എന്ന് പറയാം. അച്ഛന് സ്നേഹമുണ്ട്, കാര്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്നിരുന്ന, എന്നാൽ തറവാടിത്തമുള്ള ഒരു കുടുംബം, എന്താ പറയുക, കാവും സർപ്പക്കാവും ഒക്കെയുള്ള ഒരു കുടുംബം. അപ്പോൾ ആ സർപ്പക്കാവിൻ്റെ ആഠ്യത്വം ഇന്നും അവിടെയുണ്ട്, ആ കുടുംബത്തിലുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ നിലവിളക്കായി വന്നു ചേർന്ന ഒരു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ. ആ വീടിന് വേണ്ടിയിട്ട്, ആ കുടുംബത്തിന് വേണ്ടിയിട്ട്, ആ കുടുംബത്തിൽ ജനിച്ചു വന്ന 6 മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം യാതനയും വേദനയും കഷ്ടതയും ഒക്കെ നടത്തിയ, മക്കളെ പോറ്റാനും വളർത്തിയെടുക്കാനും വിഷമിച്ചിട്ടുള്ള ഒരമ്മയായിരുന്നു എൻ്റെ അമ്മയെന്ന് ഇന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ആ അമ്മയെക്കുറിച്ച് കൂടുതൽ ഓർക്കാനായിട്ട് ഇന്നലെ എനിക്ക് തന്നൊരു അവസരമായിരുന്നു നമ്മുടെ ഗോപികയെ ഞാൻ അറിയാതെ അറിയുന്ന ഒരു കുട്ടിയാണ്. കാരണം നേരിട്ട് അറിയില്ല എങ്കിൽ പോലും ഗോപിക എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്ന എൻ്റെ മോളെ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിൽ ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. പോസ്റ്റ് ഗ്രാജുവേഷൻ MA എക്കണോമിക്സാണ് ഞാൻ പഠിച്ചത്. ചേർത്തല മൈക്കിൾസ് കോളേജിൽ 5 വർഷം പഠിച്ചു. ചേർത്തല SN കോളേജിൽ 2 വർഷം PG പഠിച്ചു. അതിന് ശേഷമുള്ള എൻ്റെ കാലയളവെന്ന് പറഞ്ഞാൽ അധ്യാപനത്തിൻ്റെ വഴികളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. ചേർത്തലയിൽ അറിയപ്പെടുന്ന പ്രൈവറ്റ് കോളേജുകളിലെ ഡിഗ്രി ലെവലിൽ PG ലെവലിൽ വിദ്യാർത്ഥികൾക്ക് അനേകം വർഷങ്ങളോളം ക്ലാസ് എടുത്തു. PG കോളേജ്, മേനോൻസ് കോളേജ് എന്നൊക്കെ 90-2000 പീരീഡുകളിൽ അറിയപ്പെട്ടിരുന്ന കോളേജുകളായിരുന്നു. അവിടെയൊക്കെ വർഷങ്ങളോളം ക്ലാസ് എടുക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ വിവാഹം നടന്നു പോകുന്നത് 90 കാലയളവിലാണ്. 91 ആ ഒരു പീരീഡിലാണ് വിവാഹം. 94-ലാണ് ഞാനൊരു അമ്മയുടെ ആ ഒരു റോളിലേക്ക് എത്തുന്നത്. ആദ്യം ഞാനൊരു കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും മകളായി. ആ മകളെന്ന രീതിയിൽ അമ്മയുടെ മനസ്സിനെ ഒരിക്കൽ പോലും ഒരു മുറിവേൽക്കാത്ത രീതിയിൽ അവർ പറയുന്നത് അനുസരിച്ചുകൊണ്ട് തന്നെ വളർന്നു വന്ന ഒരു മകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വിവാഹവുമായിരുന്നു. എന്നാൽ തലമുറ മാറുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു കുഞ്ഞ് സ്വന്തമായി നമ്മുടെ ഒപ്പം വന്നാൽ
പിന്നീട് പിള്ളേരുടെ ഇഷ്ടം മാത്രം എന്ന രീതിയിൽ പോകുന്ന ഒരു ചുറ്റുപാടാണ് നാം ഇന്ന് നോക്കുമ്പോൾ. അത് മാതാവിന് ഏൽപ്പിക്കുന്ന മാനസിക മുറിവോ അതിൽ ആഴത്തിലുള്ള വ്യഥയോ അല്ലെങ്കിൽ സങ്കടമോ എത്രയാണെന്ന് ഒരു നിമിഷം പോലും ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കുകയുമില്ല. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് അവരാളാകുന്നതിന് വേണ്ടിയിട്ട് അവരോടൊപ്പം കൈപിടിച്ച് ചേർത്ത് നിർത്തി എല്ലാം ആക്കാനായിട്ട് ഈ മാതാവെന്ന് പറയുന്ന ഒരാൾ തന്നെ വേണം. അവരോടൊപ്പം കൂട്ടിച്ചേർത്ത് നിർത്തുവാനായിട്ട് അവരെ അവരുടെ കൈവഴികളിലെല്ലാം ആളായി നിന്ന് സഹായിക്കുകയും എന്നാൽ പിന്നീട് തലതിരിഞ്ഞ സ്വഭാവവും കാണിച്ചു പോകുന്ന കുട്ടികളുടെ ഒരു നിലനിൽപ്പുള്ള ഒരു കാലഘട്ടമാണെന്ന് ഇന്ന് പറയാതെ വയ്യ. കാരണം കൂടെ കൂട്ടി നിർത്തുന്നവരോട് കുതികാല് വെട്ടിത്തരം ഒരിക്കലും മക്കളായാലും പുറത്തു നിന്ന് കൂട്ടുകൂടാനായിട്ട് ചേർത്ത് നിർത്താനായിട്ട് നാം ശ്രമിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ചില കുതികാല് വെട്ടിത്തരം സ്വഭാവം അതൊരാളും ആരോടും കാണിക്കരുത്. അങ്ങനെ കാണിക്കുമ്പോഴേക്കും നിലവിലുണ്ടായിരുന്ന സ്നേഹം പോലും പിന്നീടുള്ള കാലയളവിൽ അവരോട് നമുക്ക് മനസ്സ് തുറക്കാൻ കഴിയാതെ വരിക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ അമ്മയെക്കുറിച്ചാണല്ലോ. അപ്പോൾ എൻ്റെ അമ്മയെ ഒരു തരത്തിലും വിഷമിപ്പിക്കാതെ തന്നെയാണ് അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ വിവാഹിതയായത്. ആ വിവാഹശേഷം 94 കാലയളവ് എത്തിയപ്പോഴാണ് ഞാൻ ഒരു അമ്മയാകുന്നത്. അപ്പോൾ ആ അമ്മയാകുന്ന സാഹചര്യത്തിൽ ഞാനൊരു അധ്യാപിക എന്ന റോളിലാണ് ഞാൻ പ്രവർത്തിച്ചു പോകുന്നത്. വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് അധ്യാപിക, അതും ചെറിയ കുട്ടികളല്ല, ഡിഗ്രി തലത്തിലും PG തലത്തിലും പഠിപ്പിക്കുന്ന കുട്ടികളെയാണ് ഞാൻ പഠിപ്പിച്ചു പോന്നിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്നോടൊപ്പം നിന്നത് അമ്മയ്ക്ക് സാമ്പത്തികമായി അമ്മ ഒരു വീട്ടമ്മയാണ്. വീട്ടിലെ മക്കളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനും മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാനും നിലനിൽക്കുന്നു പോന്നിരുന്ന ഒരു അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് സാമ്പത്തികമായിട്ട് പ്രത്യേക സ്രോതസ്സൊന്നുമില്ല വരുമാനം കിട്ടാനായിട്ട്. അച്ഛനാണേലും അച്ഛനൊരു ചെറിയ മുറുക്കാൻ കടയും ചായക്കടയുമായിട്ട് നടത്തി പോന്നിരുന്ന ആളുമാണ്. അപ്പോഴവിടെ ആൺമക്കളെല്ലാം മുതിർന്നവരായിരുന്നു. 3 ആൺമക്കളും മുതിർന്നവരാണ്. 2 പേര് കുടുംബത്തിലുണ്ട്. ഒരാൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് എന്ന രീതിയിൽ പോയി. പുള്ളിയുടേതായ രീതിയിലുള്ള യാത്രയായിരുന്നു പിന്നീട് അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ ഈ 2 മക്കളുടെ സഹായമാണ് ആ കുടുംബത്തിനുണ്ടായിരുന്നത്. അവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഞാനും എൻ്റെ പഠന വഴിയിൽ പഠിക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നതും എന്ന് പറയട്ടെ. അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും എന്നും മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ അമ്മ എനിക്ക് ഒരു കുഞ്ഞിനെ അപ്പോൾ ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിലൂടെ തന്നെയാണല്ലോ എൻ്റെ യാത്ര. ഞാൻ പോകുന്നത് പഠിപ്പിക്കുന്ന ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞാൻ പഠനം കഴിഞ്ഞ് ഇന്ന് വരെ വെറുതെ നിൽക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് കഠിനമായി പ്രയത്നിച്ചില്ല. കാരണം എനിക്ക് സർക്കാർ ജോലിയേക്കാൾ ഉപരിയായിട്ട് സാമൂഹ്യ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഒട്ടനേകം അവസരങ്ങൾ ദൈവം അനുഗ്രഹിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ വഴിയിൽ സഞ്ചരിക്കുക, കോളേജുകളിൽ പഠിപ്പിക്കുക, പിന്നെ അതിനിടയിൽ എനിക്ക് എൻ്റെ കുട്ടിക്ക് 1 വയസ്സ് തികയുന്ന സമയത്തൊക്കെ പിന്നീട് കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ആ 1 വയസ്സിന് ശേഷം വീണ്ടും ഞാൻ അധ്യാപികയാകാനായിട്ട് പോയി തുടങ്ങിയ സമയത്താണ് 94 ആ ഒരു പീരീഡൊക്കെ എത്തിക്കഴിഞ്ഞ് 95ലേക്ക് കടക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയെ എന്നോടൊപ്പം എനിക്കൊരു സപ്പോർട്ടില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞിനെ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എനിക്ക് ജോലി എന്നത് എനിക്ക് ഒഴിവാക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. കാരണം ഞാൻ അന്ന് എന്താണോ പഠിച്ചത് അതിന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിലേക്ക് ഇത്രയും കാലയളവിനുള്ളിൽ എനിക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് +2 തലത്തിലുള്ള കുട്ടികളുണ്ട്, ഡിഗ്രി തലത്തിലുള്ള കുട്ടികളുണ്ട്, അതുപോലെ തന്നെ PG തലത്തിലുള്ള കുട്ടികളുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ അനേകായിരം വിദ്യാർത്ഥികളെ അവരോടൊപ്പം സഞ്ചരിക്കാനായിട്ട് അവസരം കിട്ടിയ ഒരാളാണ്. പക്ഷേ എൻ്റെ ഒന്നും മൂല്യം സത്യത്തിൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ മക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയമുണ്ട്. കാരണം അവരെയൊക്കെ ആളാക്കാനായിട്ട് അവരുടെ വഴിയിൽ നിന്ന് കൊടുത്തെങ്കിലും അവർ ആളായി വന്നപ്പോഴേക്കും അവരുടേതായ താല്പര്യം മാത്രമേ കണക്കിലെടുത്തിരുന്നു എന്നൊരു ഒരു സങ്കടം എൻ്റെ മനസ്സിൽ ഇല്ലാതെയില്ല. ഒരു അമ്മയെയാണ് എപ്പോഴും കൂടെ നിർത്തിക്കൊണ്ട് അവരുടെയും കൂടി താല്പര്യവും അവരുടെ ആഗ്രഹവും എന്താണെന്ന് ചോദിച്ചറിയുവാൻ മക്കൾ കൂടെ ഉണ്ടാവണം. ആളായി കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ മാത്രം താല്പര്യവും ആഗ്രഹവും നോക്കി പോകുന്ന മക്കളാണ് ഇന്ന് കൂടുതലും ഉള്ളത്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടിയിട്ട് അവരെ നല്ല രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുവാനും ഒക്കെ ശ്രദ്ധിച്ചു പോകുന്ന ഒരു അമ്മ കൂടിയാണ്. അപ്പോൾ
അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഈ ഓരോ വഴിയിലും സഞ്ചരിക്കുമ്പോഴേക്കും എനിക്ക് തുണയായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു എന്നറിയാവോ? ഈ കാണുന്ന ഈ പുഞ്ചിരിക്കുന്ന മുഖവുമായി എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ അമ്മ തന്നെയാണ്. അപ്പോൾ ആ അമ്മയുടെ ആ ഒരു ഓർമ്മ ഇന്നലെ എന്നിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ അമ്മുക്കുട്ടി അമ്മയാണ്. അപ്പോൾ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന് പറയുന്നതിലേക്കാണ് ഞാൻ വരുന്നത്. അമ്മ 94 കാലയളവ്, അത് കഴിഞ്ഞിട്ട് ഏകദേശം 95-96 പീരീഡോടുകൂടി ഞാൻ വിവാഹിതയായി. ഞങ്ങൾ കുടുംബം എന്ന രീതിയിൽ ഒരു ഷിഫ്റ്റിങ്, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു കുടുംബത്തിലേക്ക് മാറി അവിടെ വീട് വെച്ച് താമസം തുടങ്ങിയ സമയത്ത്, അതായത് ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് പൂച്ചാക്കലാണ്, ചേർത്തലയ്ക്കടുത്ത് പൂച്ചാക്കലാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ഇന്നിപ്പോൾ ഞാൻ താമസിച്ചു പോരുന്നത് പാണാവള്ളി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ്. അപ്പോൾ അമ്മയെയും കൂട്ടിയാണ് ഞങ്ങൾ ഒരു കുടുംബം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആ അമ്മയെ കൂട്ടിക്കൊണ്ട് തുടങ്ങി വെച്ച ആ ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികളെ എനിക്ക് നോക്കി വളർത്തുവാനും ആ വളർച്ചയുടെ വഴികളിലെല്ലാം, അവരുടെ വളർച്ചയുടെ വഴികളിലെല്ലാം താങ്ങും തണലുമായി നിന്നത് ഈ ഒരു അമ്മയാണ് എന്നത് എനിക്ക് സന്തോഷത്തോട് ഒരുപാട് നിറഞ്ഞ നന്ദിപൂർവ്വം പറയാൻ സാധിക്കും. ആ അമ്മയുടെ പഴയ മുഖം, അത് അത്രയും പ്രായമാകുന്നതിനേക്കാളും കുറച്ചുകൂടി പഴയ മുഖമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ അമ്മ എന്നോടൊപ്പം ചേർന്ന് നിന്നത് കൊണ്ട് തന്നെ ഉണ്ടോ, ഇത് അമ്മുക്കുട്ടി അമ്മയാണ്. ഇടയ്ക്ക് അമ്മുക്കുട്ടി അമ്മയെ ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ വഴികളിൽ എന്നോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് അമ്മ എന്നോടൊപ്പം വന്നത് ഇന്നലെ അമ്മുക്കുട്ടി അമ്മയുടെ മരണമാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇന്നും ഞാനിത് നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്തെന്നാൽ, ഒരു അധ്യാപിക എന്ന റോളിൽ എന്നെ ഇന്നും മുന്നോട്ട് നയിക്കുന്നത് അമ്മ തന്നെയാണ്. ഇതിനിടയിൽ ഞാൻ ഏതെല്ലാം തരത്തിൽ പ്രവർത്തിച്ചു എന്നത് ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് അധ്യാപിക എന്ന ഒരു പദവി വിദ്യാർത്ഥികൾ ചാർത്തി തന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ കമ്പ്യൂട്ടർ ഫാക്കൽറ്റി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതായത് MS ഓഫീസ്, DTP, ടാലി എന്നീ കോഴ്സുകൾ ഞാൻ തന്നെ, എനിക്കൊരു സെൻറ്ററുണ്ട്. ആ സെൻറ്ററിൻ്റെ പേര് അമൃതം എഡ്യൂക്കേഷൻ സെൻറ്റർ എന്നാണ്. അപ്പോൾ ഈ അമൃതം എഡ്യൂക്കേഷൻ സെൻറ്റർ, അവിടെ കമ്പ്യൂട്ടർ കോഴ്സുകൾ ആദ്യം കൊടുത്തിരുന്നു. കണ്ടോ, നോക്കിക്കേ, എൻ്റെ അമ്മയെയും ആ അമ്മുമ്മയെയും നിങ്ങളൊന്ന് നോക്കിക്കേ. അപ്പോൾ എനിക്ക് ഒരു സെൻറ്റർ ഉണ്ടാക്കിയെടുക്കുവാനും ആ സെൻറ്ററിലൂടെ എനിക്ക് ഒരുപാട് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ക്ലാസ് കൊടുക്കുവാനുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രായം എത്തിയ സമയത്ത് 90 വയസ്സെത്തിയ സമയത്തുള്ള എൻ്റെ അമ്മയുടെ പിക്കാണ്. നോക്ക്, ബ്രിട്ടനിലെ രാജ്ഞിയുടെ പോലെ എനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത്. ആ മുടിയെല്ലാം കട്ട് ചെയ്തിരിക്കുന്ന ബ്രിട്ടീഷ് രാജ്ഞിയില്ലേ, അറിയാലോ ആരാന്നു. അപ്പോൾ അതുപോലെ എനിക്ക് എൻ്റെ അമ്മയെ ചില നേരത്ത് ഈ ഒരു ഫേസ് കട്ടിൽ എനിക്ക് തോന്നാറുണ്ട്. ഈ ഒരു ചിരിയുമൊക്കെ കൂടി ഇരിക്കുമ്പോഴേക്കും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളർന്നു വന്ന വഴിയും ഞാൻ കടന്നു പോകുന്ന വഴിയും ഇതെല്ലാം ഈ അമ്മയുടെ നമ്മൾ പോകുന്ന വഴിയിലെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മമാരെ മറന്നുകൊണ്ട് മക്കളൊന്നും ചെയ്യരുത്. സത്യത്തിൽ നിങ്ങളെ കൈപിടിച്ച് കൂട്ടുനിർത്തി നിങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ അമ്മയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാത്രമുള്ള താല്പര്യമനുസരിച്ച് ഒരു കാര്യവും നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യരുത്. ഞാൻ ആളായി, ഇനി എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ജോലിയായി, അതുകൊണ്ട് ഇനി എനിക്കിഷ്ടമുള്ള ഒരാളെ കൂടി ഞാൻ കൂടെ കൂട്ടി ഞാൻ പൊക്കോളും, അതുകൊണ്ടും അമ്മയൊന്നും എതിർക്കാൻ നിൽക്കരുത്. ഇങ്ങനത്തെ മനോഭാവത്തോടുകൂടി എന്തെങ്കിലും ഒരു ജോലി കൂടി കൈ കിട്ടിയാൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർക്ക് പിന്നെ ഒരു അഹങ്കാരം വന്നു കയറും. അവരുടെ മനസ്സിലേക്ക് ഇനി എന്താ എനിക്കെൻ്റെ ഇഷ്ടം ചെയ്തുകൂടെ, ഇങ്ങനെ ഒരു അഹങ്കാരമാണ് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നത്. ആ അഹങ്കാരത്തിന് കൊമ്പ് വെച്ച് വരുമ്പോഴാണ് തന്നിഷ്ടം കാണിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ ഏതെങ്കിലും ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഇഷ്ടപ്പെട്ട ഒരാളെയും കൂട്ടി പോയി കഴിയുമ്പോൾ പിന്നീട് അവരുടെ വഴികളിലെ അമ്മ എന്ന് പറഞ്ഞ ആൾ അവിടെ വഴികളിൽ ഒരിടത്തും കാണാനുണ്ടാവില്ല എന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഒരിക്കലും പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരിക്കലും അമ്മയുടെ ശാപം ഏറ്റുകൊണ്ട് അമ്മയുടെ മനസ്സ് വിഷമിച്ചുകൊണ്ട് ഒരു ബന്ധമുണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത് എന്ന് ഞാൻ എടുത്തു പറയട്ടെ. അത് ഞാൻ കടന്നു പോകുന്ന വഴികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ കടന്നു പോകുന്ന വഴികളിൽ എനിക്ക് ഈ 95 കാലയളവ് കഴിഞ്ഞുള്ള പിന്നീട് അമ്മ 90 വയസ്സെത്തുന്നത് വരെയും, 93 വയസ്സിലാണ് മരണമെന്ന് ഞാൻ പറഞ്ഞു, 90 വയസ്സെത്തുന്ന വരെയുള്ള ആ ഒരു പീരീഡിൽ ഏതാനും നാളുകൾ മാത്രമാണ് പിന്നീട് സ്വന്തം കുടുംബത്തിൽ, അതായത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ കുടുംബത്തിൽ പോയി നിന്നത്. അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളായപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതിന് അതിന് അച്ഛനും തടസ്സമുണ്ടായിരുന്നില്ല.
അച്ഛൻ ആ ഒരു കുടുംബത്തിൽ നിൽക്കും. ഇടയ്ക്ക് അമ്മയെ കാണാനായിട്ട് എൻ്റെ അടുത്ത് വരും, ആഴ്ചയിൽ ഒരു ദിവസം വരും. അങ്ങനെ അച്ഛൻ അമ്മയെ വന്ന് കണ്ടുപോകുന്ന ഒരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും അമ്മ എൻ്റെ അടുത്ത് തന്നെ നിന്ന് എൻ്റെ മക്കളെ വളർത്തിയ ആളാക്കി. ഇന്ന് എൻ്റെ മക്കൾക്ക് എല്ലാതരം നിറഞ്ഞ അനുഗ്രഹം ആ അമ്മയുടെ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാര്യം എൻ്റെ മക്കൾ രണ്ടുപേരും പഠിക്കാൻ മിടുക്കരായിരുന്നു. രണ്ടുപേരും ഉന്നതമായ രീതിയിൽ +2 ആയാലും 10ാം ക്ലാസ് ആയാലും എബോവ് 90% മാർക്ക് വാങ്ങിച്ച് ജയിച്ച 2 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ഈ 2 പെൺകുട്ടികളെയും അവരെ ഒരേ സബ്ജക്റ്റ് തന്നെ ഞാൻ എടുപ്പിക്കുകയും അത് എൻജിനീയറിങ് 2 കോളേജിൽ, ഒരാൾ അടൂർ എൻജിനീയറിങ് കോളേജിൽ പഠിച്ചു, ഒരാൾ ചേർത്തല എൻജിനീയറിങ് കോളേജിലാണ് പഠിച്ചത്, കോളേജ് ഓഫ് എൻജിനീയറിങ് ചേർത്തല. രണ്ടുപേരും പഠിച്ചു വന്ന സബ്ജക്റ്റ് ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് രണ്ടുപേരും പഠിച്ചത്. അപ്പോൾ ഈ സമയത്തെല്ലാം അമ്മയുണ്ട്. അമ്മയുടെ ഒരു താങ്ങും തണലുമായിട്ട് ഇപ്പോഴും ഇവർ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പോകും. സ്കൂളിൽ പോകണമെങ്കിൽ വീടിന് തൊട്ട് പറ്റിയാണ് ബസ് വരുന്നത്. അപ്പോൾ രാവിലെ 8:30 ആകുമ്പോഴേക്കും സ്കൂളിൽ പോകണ നേരത്തെ ഒരുക്കി വണ്ടിയിൽ കൊണ്ടേ ആക്കുന്നത് അമ്മയായിരുന്നു. അമ്മ ഒരു 8:20 ആകുമ്പോൾ തുടങ്ങും, ഇല്ല വണ്ടി വന്ന് വേഗാകട്ടെ, ആ വണ്ടി പോകും. രണ്ടുപേരും കൂടി വഴക്ക് കൂടുമ്പോഴേക്കും ഉടനെ അവിടെ ഇടപെട്ടിട്ട് പറയും, അതെ ഞാൻ പറഞ്ഞു കൊടുക്കും, എന്നെ അവരുടെ അടുക്കെ അവതരിപ്പിക്കുന്ന കലാമയെന്നാണ്. ആ കലാമ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇങ്ങനെ 2 മക്കളുടെ ഇടയിലും ഇടപെട്ട് ഒരു മീഡിയേറ്ററായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് വഴക്കിടേണ്ടടുത്ത് വഴക്കിട്ടും അവരെ സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിച്ചും ഇങ്ങനെയൊക്കെ ഒരു ഗൈഡറായിരുന്നു ജീവിതത്തിൽ. പക്ഷെ അത് എനിക്കാണത് ആസ്വദിക്കാനായിട്ട് സാധിച്ചിരുന്നത്. 6 മക്കളുണ്ടെങ്കിലും 5 മക്കളുടെ ഇടയിലും അമ്മയുണ്ടായിരുന്നില്ല. അമ്മ മൊത്തത്തിൽ ശശികലയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം വന്നാലും അമ്മയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഞാനായിരുന്നു മാനേജ് ചെയ്ത് പോന്നിരുന്നത്. ഈ 90ാം വയസ്സിലെ ഒരു പിറന്നാൾ ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യുക എന്ന രീതിയിൽ ഒരു പിറന്നാളിൻ്റെ ഇതിലേക്ക് വന്നപ്പോഴേക്കും ഒരു കേക്ക് വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്യാനായിട്ട് നോക്കിക്കേ, ഇതാണ് കൊച്ചുമോൾ. എൻ്റെ അമ്മ വളർത്തിയ കൊച്ചുമോളാണ് ഈ ഇരിക്കുന്നത്. ഈ മോൾ ഇന്ന് നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന മോളാണ്, എൻ്റെ ഇളയ മോളാണ്. അപ്പോൾ ഇത് ഈ അമ്മയുടെ അനുഗ്രഹമാണ്. മനസ്സിലായോ? അവൾ എൻജിനീയറിങ് കഴിഞ്ഞ് പിന്നെ ഏകദേശം 2 വർഷത്തിലധികം ഓൺലൈനായിട്ട് കോച്ചിങ് മെറ്റീരിയൽ എടുത്തു. ചേർത്തലയിൽ വ്യാസ എന്നുള്ള സ്റ്റഡി സെൻറ്ററിൽ പോയി പഠിച്ചു. എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ബാങ്ക് കോച്ചിങ്ങും, അങ്ങനെ ബാങ്ക് കോച്ചിങ്ങും പഠിച്ചിട്ട് ആ ബാങ്ക് കോച്ചിങ്ങിൻ്റെ വഴിയിൽ ഉയർന്നു വന്ന ഒരു മോളാണ് എൻ്റെ മോളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അവൾ വർക്ക് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിലെ ഗ്രാമീൺ ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് അവൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനെല്ലാം വഴികാട്ടിയായിട്ടുള്ളത്, അതിനെല്ലാം നിറഞ്ഞ അനുഗ്രഹം ഈ അമ്മയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അമ്മമാരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മക്കളുടെ മരണം വരെ വേണ്ടതാണ്. ഒരമ്മയെയും വിഷമിപ്പിച്ച് വേർപെടുത്തി തങ്ങളിൽ നിന്നും വേദനകൾ നൽകിക്കൊണ്ട് ഒരമ്മയെയും മുന്നോട്ട് പോകാൻ അനുവദിക്കരുത്. അവരുടെ കൂടി മനസ്സറിഞ്ഞ് അവരുടെ കൂടി ആഗ്രഹ സഫലീകരണത്തിന് കൂടി ഉള്ളതാണ് മക്കൾ. സത്യത്തിൽ ആൺമക്കളല്ല എനിക്കുള്ള 2 പെൺമക്കളാണ്. അപ്പോൾ ഞാൻ വിശ്വസിച്ച് പോന്നിരുന്നതും എനിക്ക് എൻ്റെ മക്കൾ എല്ലാ തരത്തിലും ഉയർന്ന് ജോലിയൊക്കെ ആയാൽ അവർ തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹത്തിനൊപ്പം എന്നോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്നത് മക്കൾ വഴിമാറിപ്പോകും, അമ്മമാരറിയില്ല. അമ്മമാരുടെ മനസ്സറിയാതെ വഴിമാറിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ വന്നു പെടാവുന്നതാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തു, അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായി. ഇതിനിടയിൽ 2001 ആ ഒരു കാലയളവിൽ ഞങ്ങളുടെ പാണാവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് കുറച്ച് നാൾ പ്രവർത്തിക്കാൻ അവസരം കിട്ടി. പിന്നെ നമ്മുടെ ബ്ലോക്ക് കേന്ദ്രീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത്, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് കോട്ടയത്തുള്ള ഒരു NGO ആണ് സെൻറ്റർ ഫോർ റൂറൽ മാനേജ്മെൻറ്റ്. അവരുടെ ഒരു പ്രോജക്റ്റ് ഞങ്ങളുടെ ഏരിയയിൽ വന്നു. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 5 പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റ്, സ്ട്രെങ്തനിങ് പഞ്ചായത്ത് രാജ്, സ്പ്രിസ എന്നായിരുന്നു ആ പ്രോജക്റ്റിൻ്റെ പേര്. സ്ട്രെങ്തനിങ് പഞ്ചായത്ത് രാജ്, പഞ്ചായത്ത് ശാക്തീകരണം എല്ലാവരിലും കൊടുക്കുക എന്ന രീതിയിൽ അതിൻ്റെ കോർഡിനേറ്ററായിട്ട്, ബ്ലോക്ക് തല കോർഡിനേറ്ററായിട്ട് 5 പഞ്ചായത്തിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചത് ഞാനായിരുന്നു. അങ്ങനെ സെൻറ്റർ ഫോർ റൂറൽ മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാഫായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം പിന്നെ മുണ്ടൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു NGO ഉണ്ട്. അതായത് ആ മുണ്ടൂർ, അതായത് പാലക്കാടാണ് മുണ്ടൂർ, അവിടെയുള്ള ഇതാണ് നമ്മുടെ എന്താ പറയുക തീരമൈത്രി പ്രോജക്റ്റ് എന്ന് പറയും.
തീരമൈത്രി പ്രോജക്റ്റ് അത് പ്രധാനമായും ആലപ്പുഴ തീരദേശ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഫിഷർമെൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിഷർമെൻ അവരുടെ ഇടയിലുള്ള സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന തരത്തിൽ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റായിരുന്നു സുനാമി പുനരധിവാസ പദ്ധതി. ഈ സുനാമി പുനരധിവാസ പദ്ധതിയുടെ ആലപ്പുഴയിലെ ജില്ലാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടി. ആ സമയത്ത് ഞാൻ നമ്മുടെ ആലപ്പുഴയിലുള്ള വിവിധ പഞ്ചായത്തുകളെ അങ്ങ് തോട്ടപ്പള്ളിയിൽ നിന്ന് പടിഞ്ഞാട്ടുള്ള തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ ഈ പഞ്ചായത്തുകളൊക്കെ കവർ ചെയ്യുന്ന തരത്തിൽ ഒരുപാട് യാത്രകളും അവിടെയുള്ള കുറേ അധികം ആളുകളുടെ ഗ്രൂപ്പുകളുടെ ഇടയിലേക്ക് ചെല്ലുക, അവരുമായിട്ടുള്ള ചില ആശയവിനിമയം നടത്തുക, അവർക്ക് വേണ്ട ചില ഗൈഡൻസ് കൊടുക്കുക, ഇങ്ങനെ ഒട്ടനേകം മേഖലകളിൽ ടീച്ചിങ് എന്ന രീതിയിലാണ്. പിന്നെ നമ്മുടെ പഞ്ചായത്ത് ശാക്തീകരണം, നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക. നിങ്ങൾക്കറിയുമോ, നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് തൃശ്ശൂരുള്ള കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ തൃശ്ശൂരുള്ള കിലയിലെ ട്രെയിനിങ് ഫാക്കൽറ്റി ആയിട്ട് എനിക്ക് കുറേ നാൾ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന് ശേഷം കിട്ടിയതാണ് ട്രെയിനിങ് ഫാക്കൽറ്റി എന്ന രീതിയിൽ തൃശ്ശൂർ കിലയിൽ ഒരുപാട് വർഷക്കാലം കിലയിലെ ഫാക്കൽറ്റി 2008 കാലയളവ് മുതൽ 2015 വരെയുള്ള കാലയളവിൽ അങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് ട്രെയിനിങ് അവിടെ പോയി അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് വന്നിട്ട് ചേർത്തലയിലുള്ള വിവിധ പഞ്ചായത്തുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക, ഇങ്ങനെ രീതിയിലെല്ലാം പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ എന്നെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും ഒരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ എനിക്കൊരു സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുവാനും അങ്ങനെ എനിക്ക് ഗൈഡൻസ് എന്ന രീതിയിൽ എൻ്റെ കൂടെ ഇന്നും ഒരു നിറഞ്ഞ സാന്നിധ്യമായിട്ട് ഒരു അദൃശ്യ ശക്തിയായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഞാൻ പോകുന്ന എനിക്ക് എന്താണോ വേണ്ടത്, ഞാൻ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പോകുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അത് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തരും. എൻ്റെ ആവശ്യം എന്താണോ അതെനിക്ക് മുന്നിലേക്ക് വരും. ആ ആവശ്യത്തിന് എന്നെ കൂടെ നിർത്തും. ഇപ്പോൾ ഈ കഴിഞ്ഞിടെയാണ് ഞാൻ കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഞാൻ എൻ്റെ സ്വന്തം എന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് അമൃതം എഡ്യൂക്കേഷൻ സെൻറ്റർ. ഞാൻ ഇട്ട പേരാണ് അമൃതം. അമൃതം എന്ന് പറഞ്ഞാൽ മൂവിങ് എലൈവ്, എന്നെന്നും നിലനിൽക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ മോളുടെ പേര് അമൃത എന്നാണ്, പക്ഷേ ഞാൻ മൂത്ത മോൾ അമൃത എന്നും ഇളയ മോൾ അഞ്ജിത എന്നുമാണ് ഞാൻ പേരിട്ടത്. അപ്പോൾ ഇതിനകത്ത് അമൃത എന്ന പേരാണെങ്കിൽ അതിനകത്ത് അമൃതം അത് തേൻ മാധുര്യമുള്ളതാണ്, മറിച്ച് എന്നെന്നും മൂവിങ് എലയുമാണ്, എന്നും നിലനിൽക്കുന്നതാണ്. ഞാൻ ആ പേര് കൊടുത്തതുപോലെ തന്നെ 2007 കാലയളവിൽ ഞാൻ കൊടുത്ത പേരാണ്. ആ പേരുണ്ടല്ലോ ഇന്നും അന്വർത്ഥമാകുന്ന രീതിയിൽ എന്നിൽ നിലനിൽക്കുന്ന എൻ്റെ സ്വന്തം എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് അമൃതം എഡ്യൂക്കേഷൻ സെൻറ്റർ. ഇത് ഈ കഴിഞ്ഞ 20 വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞയിടെ ആ സ്ഥാപനത്തിൻ്റെ ഉടമ അവരവിടെ റിനോവേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി എന്നോട് പറഞ്ഞു, അവിടുന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് അവിടുന്ന് മാറണമെന്നും പറഞ്ഞ് എനിക്ക് നോട്ടീസ് തന്നിരുന്നു. ഈ നോട്ടീസ് തരുന്ന വേളയിലേ അപ്പോൾ ഞാൻ കരുതി ഇനി എങ്ങോട്ടാണ് ഞാൻ പോവുക, എനിക്ക് എന്താണേലും ഞാൻ മുന്നോട്ട് സഞ്ചരിച്ചു പോകുന്ന എൻ്റെ യാത്ര വിദ്യാഭ്യാസ മേഖലയിലാണ്. +2 തലത്തിലുള്ള കുട്ടികളുടെ എല്ലാ വിഷയങ്ങളും നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് വിഷയമാണേലും ഡിഗ്രി ആവട്ടെ PG ആവട്ടെ, ഏത് സ്റ്റുഡൻറ്റും എന്നെ അപ്രോച്ച് ചെയ്തിട്ട് ശശീല ടീച്ചറെ എനിക്ക് ഇന്ന ഒരു വിഷയത്തിന് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ കൊടുത്തിരിക്കും. അത് ഏത് വിഷയമായാലും +2 ആവട്ടെ, ഏത് CBSE ആവട്ടെ, സ്റ്റേറ്റ് ആവട്ടെ, ഏത് തലത്തിലാവട്ടെ, വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ഒരു സപ്പോർട്ടും ചോദിച്ച് എൻ്റെ അടുത്ത് വന്നാൽ അത് ഞാൻ കൊടുത്തിരിക്കും. അപ്പോൾ അത് കൊടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നതും നിലനിൽക്കാനായിട്ട് എനിക്ക് ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു അദൃശ്യ ശക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ. എൻ്റെ അമ്മയാണ് എൻ്റെ അദൃശ്യ ശക്തി. ആ ശക്തിയാണ് എന്നിലേക്ക് ഇന്ന് പ്രവർത്തിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കിന്ന് ഞാൻ ആ സ്ഥാപനം ഷിഫ്റ്റ് ചെയ്യണമെന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഇനി ഞാൻ എങ്ങോട്ടാണ് മാറുക, എനിക്ക് ആരാ ഒരു സ്ഥാപനം അവിടെ തരിക എന്ന രീതിയിൽ നിന്നപ്പോൾ അങ്ങനെ ആലോചിച്ച് ഞാൻ മനസ്സിലേക്ക് ഒരു ആശയം കൊണ്ടുവന്നില്ല. അതിനു മുമ്പ് തന്നെ എന്നോട് വന്ന് പറഞ്ഞു, ഇന്ന ഒരു റൂം അവിടെ വേക്കൻ്റ് ആണ്, അതവിടെ ഫ്രീ ആയിട്ട് കിടക്കുവാണ് ഇപ്പോൾ, അത് ശശികല വേണമെങ്കിൽ അത് നോക്ക്, അത് നല്ല സ്പേസ് ഉള്ളതാണ്, അത് നമ്മളുടെ ഏരിയയിൽ മെയിൻ ഫോക്കസിങ് ഏരിയ തന്നെയാണ്, ആ പ്രദേശത്തെ മെയിൻ ഫോക്കസിങ് ഏരിയ തന്നെയാണ്, അതുകൊണ്ട് അവിടെ നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി ആ റൂം ഫിക്സ് ചെയ്തു. അതിന് സെക്യൂരിറ്റി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ സെക്യൂരിറ്റി പുതുക്കി, വാടക പുതുക്കി. അങ്ങനെ ഞാൻ വീണ്ടും ഈ ഓഗസ്റ്റ് മാസം 5-ാം തീയതി പുതിയ റൂമിലേക്ക് അമൃതം എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ പ്രവർത്തനവുമായി ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ ഏകദേശം എത്രത്തോളം വർഷമായി ഞാൻ ടീച്ചറായിട്ട് എൻ്റെ പഠിപ്പിച്ചു പോയ കുട്ടികളൊക്കെ വലിയ വലിയ തലങ്ങളിലൊക്കെ ആയിരുന്നു. അവരൊക്കെ കാണുമ്പോൾ പറയും, ശശികല ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു എനർജിയാണ്, അല്ലെങ്കിൽ
ഒരു ഇൻസ്പിറേഷനാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ നല്ല വാക്കുകൾ കൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുവാനായിട്ട്. എടുത്തു പറയട്ടെ, ഞാൻ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റി ആയിട്ട് നാളുകളോളം 2021 മുതൽ 2024 4 വർഷക്കാലം അവിടെ ഡിഗ്രി PG ലെവല്, ഈ ഡിഗ്രി പൊളിറ്റിക്സ്, ഡിഗ്രി എക്കണോമിക്സ്, PG ലെവൽ പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള തലത്തിൽ പഠിക്കുന്ന, അതായത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു പോരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട്, അവരെ പഠിപ്പിക്കാനായിട്ട്, വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് അവസരം നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെ അവസരം നൽകി വന്നപ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള വിദ്യാർത്ഥികളെയാണ് എനിക്ക് പഠിപ്പിക്കാനായിട്ട് കിട്ടിയത്. അതൊരു വലിയൊരു അവസരം തന്നെയായിരുന്നു എന്ന് പറയാതെ വയ്യ. അപ്പോൾ ആ വലിയൊരു അവസരത്തിൻ്റെ ഭാഗമായി എന്നിലേക്ക് വന്ന അതിൽ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. വിവിധ ജില്ലകളിൽ ഒരുപാട് വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ സന്തോഷം. വീണ്ടും കാണാം. കൂടുതൽ വിവരങ്ങളുമായിട്ട് പുറകെ വരാം. വീഡിയോ കാണുക, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അമ്മ മരിച്ചത് പ്രായാധിക്യം കൊണ്ടുണ്ടായ ചെറിയ ഒരു ക്ഷീണം, ഏകദേശം ഒരു ആഴ്ചയോളം, 90 വയസ്സെത്തി, 92ാമത്തെ വയസ്സ് എത്തുന്ന സമയത്താണ് എൻ്റെ കുടുംബത്തിൽ നിന്നും അമ്മയുടെ സ്വന്തം കുടുംബം എന്ന് പറയുന്ന എൻ്റെ വീട്ടിലേക്ക് അമ്മ തിരിച്ചു പോയത്. അങ്ങനെ അതായത് എഴുന്നേക്കാൻ വയ്യാതെയാകുന്നു. സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും വടി കുത്തിയാണ് നടന്നിരുന്നത്. വടി കൊടുത്തിരുന്നു. ആ വടി പിടിച്ച് നടക്കുന്നതിന് പോലും വയ്യാത്ത ഒരു സ്റ്റേജ് വന്നപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഓർത്ത്, അമ്മ വളർന്നതും അമ്മ മക്കളെ വളർത്തിയതുമായിട്ടുള്ള ഒരു തറവാട്, എൻ്റെ വീടെന്ന തറവാടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലയളവ് അമ്മയുടെ കുടുംബത്ത് തന്നെ ഇരുന്ന് അമ്മയുടെ മരണം നടക്കുന്നതാണ് നല്ലത് എന്ന രീതിയിൽ അവസാന സമയം ആരോഗ്യമെല്ലാം ക്ഷയിച്ചു, വാർദ്ധക്യത്തിൻ്റേതായ പിടിയിലായപ്പോൾ പിന്നെ സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുപോവുകയും ആ കുടുംബത്തിലെ മരണത്തിനോട് ഒക്ടോബർ മാസത്തിന് മുൻപ് സെപ്റ്റംബർ മാസത്തിൽ ഏകദേശം ഒരു 1.5 ആഴ്ചയാണ് തീരെ വയ്യാതെ ആഹാരം പോലും കഴിക്കാനാവാത്ത രീതിയിലേക്ക് എത്തുകയും ആ പ്രായാധിക്യത്തിൻ്റേതായ അവസ്ഥയിൽ തന്നെ മരണം വീട്ടിൽ തന്നെയായിരുന്നു. എങ്ങും ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയിട്ടില്ല. ഈ അമ്മയുടെ ഏറ്റവും എടുത്തു പറയത്തക്കതായ ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഈ 93 വയസ്സ് വരെ അമ്മയെ അസുഖം എന്നത് ഒന്നും തന്നെ പിടിപെട്ടിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ തരത്തിലുള്ള അസുഖത്തിനും വിധേയമാവാത്ത രീതിയിൽ കഴിഞ്ഞു പോന്നിരുന്ന ഒരമ്മയായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷം. ആ അമ്മയുടെ സാന്നിധ്യവും നിറഞ്ഞ അനുഗ്രഹവും എല്ലാം കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് ഇന്നും കഴിയുന്നു. ഒരു അദൃശ്യ സിദ്ധിയായിട്ട്, ഒരു അദൃശ്യ സാന്നിധ്യമായിട്ട് അമ്മ ഇന്നും എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നത് എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അമ്മ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് ചോദിച്ചിരുന്നു. വാർദ്ധക്യമായ രീതിയിൽ അമ്മ അത്യാവശ്യം ഒരു 1.5 ആഴ്ചയോളം അമ്മ ജസ്റ്റ് ഒന്ന് കിടക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് അസുഖമായിട്ടല്ല, ആഹാരം കഴിക്കാൻ വയ്യാതെയാകുന്നു. പിന്നെ എന്ന് വെച്ചാൽ വെള്ളം ഇറക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ ആഹാരം കഴിക്കാനാവാത്ത അവസ്ഥയിലേക്ക് വരികയും അങ്ങനെയാണ് അമ്മയുടെ മരണം സംഭവിക്കുകയും ഈ അമ്മയെയും കൂടി നോക്കുമ്പോഴേക്കും അതൊന്നും നിങ്ങൾക്ക് കണ്ടോ, ഈ അമ്മുക്കുട്ടി അമ്മ ഇന്നലെ മരിച്ച്, ഇത് എൻ്റെ സ്വന്തം അമ്മ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു, അമ്മുക്കുട്ടി അമ്മയുടെ ആ ഒരു രൂപസാദൃശ്യം എൻ്റെ അമ്മയിലുണ്ട് എന്നിന്നലെ ഞാൻ പറയാൻ കാരണം ഇതാണ്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് ശ്രീമതി സുരയ്യ എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചിരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനിടയായത്. അപ്പോൾ എൻ്റെ അമ്മയെയും അമ്മുക്കുട്ടി അമ്മയെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു എക്സ്പ്ലനേഷൻ വേണ്ടുവോളം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായി കരുതിക്കൊണ്ട് നിങ്ങളിത് സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു.